സ്കൂളിലെ ടീച്ചർമാർ അടിക്കാതിരിക്കാൻ വേണ്ടി കൈതയൊക്കെ കെട്ടി വെച്ചിട്ട് പോകുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിലുള്ള തുണികളെന്ന് പറഞ്ഞാൽ അങ്ങനെ പുതിയ തുണികളൊന്നുമില്ല. ചിലപ്പം അവിടെ ഇവിടെയൊക്കെ കീറിയത്, അടിഭാഗം കീറിയത്, അവിടെ കീറിയത്, ഇവിടെ കീറിയത്, അങ്ങനെയുള്ള ഡ്രസ്സുകളായിരുന്നു ഇട്ടുകൊണ്ടുവന്നത്. സൈക്കിൾ എന്ന് വെച്ചാൽ ഞാൻ കാണുന്നത് ഹൈസ്കൂളിൽ അത് എൻ്റെ ചേട്ടൻ ഉപയോഗിച്ച് അത് ദ്രവിച്ച് ലാസ്റ്റ് ആ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ല. ചവിട്ടാണെങ്കിലും അത് മേടിക്കണമല്ലോ. പഠിക്കാനെങ്കിലും ഇത് മേടിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. ഈ പഞ്ചർ ഒട്ടിച്ച് ഒരു ടയർ തന്നെ 10 പ്രാവശ്യമെങ്കിലും ഒട്ടിച്ചിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത് അന്നത്തെ സാഹചര്യത്തിൽ. അങ്ങനെ തിരിച്ച് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഉണ്ട് ഒരു വളവിനെത്തി പോയി തന്നെ ടയറല്ല ടപ്പെന്ന് പറഞ്ഞ് പൊട്ടി. അങ്ങനെന്ന് വെച്ചാൽ ഞങ്ങളൊരു കുടുംബം എന്ന് വെച്ചാൽ ഒരു ലോകമാണ്. അന്നത്തെ സ്കൂൾ ലൈഫ് ലോകം എന്ന് വെച്ചാൽ പണ്ട് സിനിമ കാണാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അധികം വലിയ കറക്കവും ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടുത്തെ ഇൻറ്റേർണലി അവർ ചോദിക്കാൻ തുടങ്ങി, എളുപ്പം പൈസ തരണമില്ലായിരുന്നു. ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ അവിടെ പോയി 10 രൂപയായിരുന്നു അന്ന് എനിക്ക് വൈകുന്നേരം തരുന്നത്. അപ്പം നല്ല ജോലിയൊക്കെ അവിടെ. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ഇന്ന് ഞാനൊരു ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അത് സ്വന്തം ഭർത്താവിനെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അത് നിങ്ങളിലെ പല യുവതലമുറകളിൽപ്പെട്ട ചെറുപ്പക്കാർക്കും അത് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോയും കൂടിയാണ്. അത് നിങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇതൊരു സാധാരണ ചാനൽ എന്ന് കരുതിക്കൊണ്ട് നിങ്ങളിത് വെറുതെ നിസ്സാരമാക്കി കളയരുത്. ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ്. നിങ്ങൾക്കത് ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നല്ല നിലയിൽ എത്തിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ജോഷ് ടോക്കി കണ്ടതുപോലെയൊക്കെ, അതായത് താഴ്മയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് ഇക്ക പറയുന്നത്. സ്കൂൾ ചരിത്രം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് പറയണം. എൻ്റെ പാപ്പായ്ക്കും ഉമ്മായ്ക്കും 4 മക്കളുണ്ട്. 4 മക്കളിൽ ഏറ്റവും ഇളയനായിട്ടാണ് ഞാൻ ജനിച്ചത്. ഞങ്ങൾ ഓച്ചിറക്കാരാണ്. ഞങ്ങൾ കേട്ടാണ് ഓച്ചിറയുള്ളത്. ഓച്ചിറയുടെ കിഴക്ക് ഭാഗത്തായിട്ടായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. അവിടുന്ന് ഞങ്ങൾ മാറി ഇപ്പം പടിഞ്ഞാറ് ഓച്ചിറയുടെ അടുത്ത് തന്നെ പടിഞ്ഞാറാണ് താമസിക്കുന്നു. നേരത്തെ അവിടെ സ്കൂളിൽ പോകുന്നത് എന്ന് വെച്ചാൽ ഏതാണ്ട് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ രാവിലെ എണീറ്റ് LP സ്കൂളിൽ ആദ്യം പോകുന്നത്. LP സ്കൂളിൽ 4 കിലോമീറ്ററൊക്കെ നടന്ന് ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ അവിടെ കിഴക്ക് ഭാഗത്തായിരുന്നു പഠിച്ചിരുന്നത്. 3 കിലോമീറ്റർ 4 കിലോമീറ്ററൊക്കെ നടന്നു പോയി പഠിച്ച് ആ കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ യൂണിഫോം എന്ന് പറയുന്നത് ഇച്ചിരി വൃത്തിയായിട്ടിട്ട് നടക്കാം. ബാക്കിയുള്ള തുണികളെന്ന് പറഞ്ഞാൽ അങ്ങനെ പുതിയ തുണികളൊന്നുമില്ല. ചിലപ്പം അവിടെ ഇവിടെയൊക്കെ കീറിയത്, അടിഭാഗം കീറിയത്, അവിടെ കീറിയത്, ഇവിടെ കീറിയത്, അങ്ങനെയുള്ള ഡ്രസ്സുകളായിരുന്നു ഇട്ടുകൊണ്ടുവന്നത്. അപ്പം അങ്ങനെയുള്ള ഇപ്പം പുതിയൊരു തുണി വേണമെന്നുണ്ടെങ്കിൽ പുതിയ തുണിയായിട്ടൊന്നും ഇല്ല. ആരെങ്കിലും ബന്ധുക്കളോ എല്ലാം സഹായിക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടി മേടിച്ചിടുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ കാലത്ത് പിള്ളേർ ആഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള ഡ്രസ്സ് കിട്ടുന്ന രീതിയിലുള്ള സാഹചര്യമൊന്നും വന്നില്ലായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ ഇല്ല, പാപ്പാടെയും ഉമ്മയുടെയും പൈസ ഇല്ല. അവരുടെ ഈ പൈസ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമുണ്ട്. അവരുടെ ഇങ്ങനെ എത്ര കരഞ്ഞാൽ എന്തോ അവരുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ തരത്തുള്ളൂ. അങ്ങനെ LP കഴിഞ്ഞ് UP സ്കൂൾ കുറച്ചും കൂടെ അടുത്തായിരുന്നു. പിന്നെ ഹൈസ്കൂള് പിന്നെയും ദൂരമായിരുന്നു. ഞങ്ങൾ റെയിൽവേ ലൈനിൽ കൂടി നടന്നു പോകണമായിരുന്നു. അപ്പം പണ്ട് അതിലെ കൂടെ നടന്നു പോകുമ്പോൾ എല്ലാ സ്കൂളിലെ ടീച്ചർമാർ അടിക്കാതിരിക്കാൻ വേണ്ടി കൈതയൊക്കെ കെട്ടി വെച്ചിട്ട് പോകുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അങ്ങനെ ഒത്തിരി നല്ല ഒരു കാലഘട്ടമായിരുന്നു. നല്ല കാലഘട്ടം എന്ന് വെച്ചാൽ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ വലിയ കഷ്ടപ്പാടായിട്ട് തോന്നും. പക്ഷേ ഞങ്ങൾക്കത് വലിയ കഷ്ടപ്പാട് തോന്നിയിട്ടില്ല. കാരണം ഞങ്ങൾ ആ ഒരു ലെവലിൽ ജീവിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്കത് വലിയ കഷ്ടപ്പാടൊന്നുമല്ല. ഇന്നത്തെ കാലത്തിൽ പിള്ളേർ ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് വലിയ കഷ്ടപ്പാടായിരിക്കും. പിന്നെ ഇന്ന് ഈ ചെറുപ്പക്കാരിപ്പം അവർക്ക് ഓരോന്നും ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ബൈക്കെന്ന് പറയുമ്പം അന്നേരം തന്നെ ബൈക്ക് മേടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ വീട് അടിച്ച് പൊളിക്കും, കണ്ണാടി അടിച്ച് പൊളിക്കും, ദേഷ്യപ്പെടും. അങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങി വീട് കയറാതെ 5 ദിവസം നടക്കും, 10 ദിവസം നടക്കും. നമ്മുടെ കൂട്ടേശിയുടെ ഓരോ മക്കളുടെ കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് തെറ്റാണ്. ഞങ്ങൾക്ക് ബൈക്ക് വേണം, അല്ലെങ്കിൽ കാറ് വേണം, ഞങ്ങൾക്ക് സൈക്കിൾ വേണം. സൈക്കിളൊക്കെ സൈക്കിൾ എന്ന് വെച്ചാൽ ഞാൻ കാണുന്നത് ഹൈസ്കൂളിൽ അത് എൻ്റെ ചേട്ടൻ ഉപയോഗിച്ച് അത് ദ്രവിച്ച് ലാസ്റ്റ് ആ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ല. ചവിട്ടാണെങ്കിലും അത് മേടിക്കണമല്ലോ. പഠിക്കാനെങ്കിലും മേടിക്കണമല്ലോ. അപ്പോൾ 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേനും അവരൊക്കെ വലിയ ലെവലിൽ പോയി. അപ്പം ഞാൻ ബാക്കിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സൈക്കിൾ ഞാനെങ്ങനെയെങ്കിലും ശരിയാക്കി എടുത്ത് സൈക്കിളിൽ പോവാം. അപ്പോൾ ഇത്രയും നടന്ന് ദൂരം പോകണ്ട. 10ാം ക്ലാസ് ആയപ്പോഴത്തേനും ഞാൻ ഈ സൈക്കിൾ മേടിച്ച് എങ്ങനെയെങ്കിലൊക്കെ പഞ്ചറൊക്കെ വെട്ടിക്കാനൊക്കെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് 5 രൂപയ്ക്ക് പഞ്ചറൊക്കെ വെട്ടിക്കുക അന്നത്തെ കാലത്തിൽ. പഞ്ചറെന്ന് വെച്ചാൽ ടയർ പുതിയത് മേടിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. ഈ പഞ്ചർ ഒട്ടിച്ച് ഒരു ടയർ തന്നെ 10 പ്രാവശ്യമെങ്കിലും ഒട്ടിച്ചിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത് അന്നത്തെ സാഹചര്യത്തിൽ.
അപ്പം ഒരു ദിവസം ഇതുപോലെ സൈക്കിൾ ചവിട്ടി ഞാനിങ്ങനെ പോകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നല്ല സൗണ്ടുണ്ട് ടയറിന്. അത് ഞാൻ ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് വലിയൊരു ചിരിക്കാനുള്ള സാഹചര്യം, പക്ഷെ ചിരിക്കാനും ചിന്തിക്കാനും ഉള്ള സാഹചര്യം. കാരണം അന്നത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു ഇതാണ്, നിമിത്തമാണ് കണ്ടത്, നിമിത്തം. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പം സ്കൂളിൽ നിന്ന് വന്ന് തിരിച്ചു വരുന്ന സമയത്ത് അപ്പം രാവിലെ പോകുമ്പോൾ തന്നെ ഇതിനകത്ത് ചിക്ക് 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 അപ്പോൾ എന്തുവാ ടയർ പൊട്ടിയിട്ട് ട്യൂബ് വെളി വന്നിട്ട് അതിൻ്റെ ടയറിൻ്റെ ആ മെഷീനകത്ത് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ ചിക്ക് ചിക്ക് സൗണ്ട്. അപ്പോൾ ഞാൻ വെച്ച് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അത് തള്ളിക്കൊണ്ടു അല്ലെങ്കിൽ ഇച്ചിരി കാറ്റ് കുറച്ചൊക്കെ ഇട്ടിട്ട് ചവിട്ടി അങ്ങോട്ട് പോയി അങ്ങനെ തിരിച്ച് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഉണ്ട് ഒരു വളവിനെത്തി പോയി തന്നെ ടയറെല്ലാം കൂടെ ടപ്പെന്ന് പറഞ്ഞ് പൊട്ടി. പിള്ളേരെല്ലാം കൂടെ പേടിച്ച് എന്ന് വെച്ചാൽ അത് അവിടുന്ന് ലാസ്റ്റ് സൈക്കിളൊക്കെ ഉരുട്ടിക്കൊണ്ട് വരുന്നൊരു സാഹചര്യമൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ജീവിച്ചു വന്നവരാ. അപ്പം ഇന്നത്തെ കാലത്ത് പിള്ളേരോട് പറയുന്നത് പിന്നെ ഇപ്പം എനിക്കിപ്പോൾ തന്നെ ബൈക്ക് വേണം, ഇപ്പം തന്നെ കമ്പ്യൂട്ടർ വേണം, ഇപ്പം തന്നെ ഞാൻ പറയുന്ന സാധനങ്ങളെല്ലാം വേണം എന്ന് പറഞ്ഞ് ചാട്യം പിടിക്കരുത്. നിങ്ങളുടെ അച്ഛനമ്മമാരും അല്ലെങ്കിൽ പാപ്പായും ഉമ്മയും മാതാപിതാക്കളൊക്കെ നല്ലോണം കഷ്ടപ്പെട്ട് വളർന്നു വന്നവരാ. അവർക്ക് ചിലപ്പോൾ അന്നേരം മേടിക്കാനുള്ള സാഹചര്യം ആയിരിക്കത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ അവർ മറ്റൊന്നെങ്കിലും കണ്ടിട്ടായിരിക്കും നിങ്ങൾക്കത് മേടിച്ച് തരാത്തത്. അതുപോലെ ശാഠ്യം പിടിച്ച് എനിക്ക് ഇന്ന് തന്നെ അത് വേണം, നാളെ തന്നെ അത് വേണം, അച്ഛൻ്റെ കയ്യിൽ ഇത്ര രൂപ ഉണ്ട് എനിക്കറിയാം, അത് മേടിച്ച് അങ്ങനെ എന്തെങ്കിലും ശാഠ്യം പിടിക്കാൻ തെറ്റാണ്. പിന്നെ ജോലി കിട്ടുന്നതിന് മുമ്പെന്ന് വെച്ചാൽ ഇപ്പം പൈസയുടെ കാര്യം തന്നെയാണ്. പിന്നെ സാമ്പത്തികം പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പഠിക്കാൻ നല്ലോണം ആഗ്രഹമുണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും നമ്മൾ 10ാം ക്ലാസ്സിൽ എല്ലാം കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ ട്യൂഷനൊക്കെ പോകുന്നത് വെച്ചാൽ ഇപ്പം രാവിലെ 7 മണിക്ക് അപ്പം ട്യൂഷൻ എത്തണം, 10 മണിയാകുമ്പോഴത്തേനും സ്കൂളിൽ കയറണം. വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിടുമ്പം 4-4:30 ആകുമ്പോഴത്തേനും ട്യൂഷന് കയറണം. പിന്നെ 5 മണിക്കെങ്ങാണ്ട് അങ്ങനെ 4-5-5:30 ആകുമ്പോഴത്തേനും സ്കൂൾ വിടും. പിന്നെ അപ്പോഴത്തേനും അപ്പം 7 മണിക്ക് അവിടെ കയറണമെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ നടന്ന് അവിടെ ചെല്ലണ്ട? ഒരു 3 കിലോമീറ്ററെങ്കിലും നടന്ന് ഞാനവിടെ ചെല്ലണം. 3 കിലോമീറ്റർ നടന്ന് അവിടെ ചെല്ലണം. അപ്പോൾ 6 മണിക്ക് ഇറങ്ങണം. 6 മണിക്ക് വെളുപ്പിനെ ഇറങ്ങി റെഡിയായിട്ട് ഇറങ്ങി 7 മണിക്ക് ട്യൂഷന് കയറി 10 മണിക്ക് പിന്നെ സ്കൂള് 12 മണിയാകുമ്പോഴത്തേനും പിന്നെ ബ്രേക്ക്. പിന്നെ ഞങ്ങൾ കൊണ്ടുപോയി ചെല്ലുന്ന ചമ്മന്തിയോ ചോറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും. പിന്നെ കൂട്ടുകാഴ്ചകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും, അവരുടെ പാത്രത്തിൽ ഞങ്ങൾ എടുക്കും. അപ്പോൾ അവിടുത്തെ അങ്ങനെന്ന് വെച്ചാൽ ഞങ്ങളൊരു കുടുംബം എന്ന് വെച്ചാൽ ഒരു ലോകമാണ്. അന്നത്തെ സ്കൂൾ ലൈഫ് ലോകം എന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. കൊണ്ടുപോകുന്ന ആ തട്ടത്തിനകത്ത് കൊണ്ടുപോകും, ചിലപ്പോൾ പൊതിക്കകത്തായിരിക്കും കൊണ്ടുവന്നത്, ചിലപ്പം വീട് അപ്പം അതിനകത്ത് കൊണ്ടുവന്ന ചോറ്, എന്തെങ്കിലും ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, അല്ലെങ്കിൽ എന്തെങ്കിലും വർത്തമാനം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല. മുട്ടയൊക്കെ ചില സമയത്ത് കാണും, ചില കാണത്തില്ല. പിന്നെ അങ്ങനെ എന്താ പറയുന്നത് കഴിക്കും. പിന്നെ ഒരു 1:30-2 മണി കണ്ട സ്കൂൾ സെക്കൻഡ് ടൈം. വൈകുന്നേരം 4 മണിയാകുമ്പം അവധി. പിന്നെ ട്യൂഷന് കയറി കിടന്ന് അവിടുത്തെ പഠിത്തം. പിന്നെ അത് കഴിഞ്ഞിട്ട് 6 മണി. അപ്പം വീട്ടിലെത്തുമ്പോഴത്തേനും വൈകുന്നേരം 6 മണിയൊക്കെയെങ്കിലും 6:30 ആവുന്ന കുട്ടിക്കും. പിന്നെ സ്കൂളിലെയും ട്യൂഷനിലെയും ഹോംവർക്കുകൾ, കാര്യങ്ങൾ, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കാൻ സമയമില്ല. പിന്നെ വെളുപ്പിന് എണീറ്റ് നമ്മുടെ റൊട്ടീനല്ലേ നമ്മുടെ. പിന്നെ കിട്ടുന്നൊരു ഞായറാഴ്ച പിന്നെ നമ്മുടെ അയലത്തുള്ള കൂട്ടുകാഴ്ചകളൊക്കെ കാണുന്ന ആകെ ഞായറാഴ്ച. അത് കണ്ടില്ലെങ്കിൽ ഇല്ല. അങ്ങനെയുള്ള കാര്യമുണ്ട്. 10ാം ക്ലാസ് പഠിക്കുമ്പോഴേ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. തിയേറ്ററിൽ ഇപ്പൊ ഒന്നുമില്ല. പണ്ട് സിനിമ കാണാൻ പോയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ അത് വീട്ടുകാരൊന്നും അറിയാതെ ഞാനും എൻ്റെ ചേട്ടനും ഫെസ്റ്റിവല് ആ സമയത്ത് ഞാനും എൻ്റെ ചേട്ടനും കൂട്ടുകാരും 1-2 പേരോട് ചേർത്തിട്ട് അടുത്തുള്ളൊരു ചെറിയ തിയേറ്ററിൽ പോയി. അന്ന് എന്തുവാ തമിഴ് സിനിമ സത്യരാജിൻ്റെ എയർപോർട്ട് എന്ന് പറഞ്ഞ് പഴയൊരു പടമുണ്ട്. അന്ന് ഏത് വർഷം? 1994 കാര്യം. ഇത് 94 നിങ്ങൾക്ക് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഓർത്തെടുക്കാം. കണ്ടാൽ പറയത്തില്ല കേട്ടോ. സിനിമ കാണാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അധികം വലിയ കറക്കവും ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ പാട്ട് പാടാൻ വലിയ ഇഷ്ടമായിരുന്നു. പാട്ട് പാടാന്ന് വെച്ചാൽ സ്റ്റേജിൽ കയറി പാട്ട് പാടാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. സ്റ്റേജിൽ കയറി 1-2 പ്രാവശ്യം സ്റ്റേജിൽ കയറി പാട്ട് പാടാനായിട്ട് അത് പാടാനായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ആളിനെല്ലാം കണ്ടപ്പോൾ പേടിച്ച് ഓടി വെളിയിൽ ചാടി ഇറങ്ങി. ക്ലാസ് ജയിച്ച് 10ാം ക്ലാസ്സൊക്കെ ജയിച്ച് കോൺഫിഡൻസ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആഗ്രഹം ഇപ്പം വീട്ടിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് ആദ്യം നമ്മളടുത്തുള്ള ട്യൂഷൻ സെൻറ്ററിൽ പോയി.
അപ്പോൾ ഒരു ഇത് അവർക്കറിയാം എന്നെ അറിയാവുന്നൊരു നോക്കുവാണെങ്കിൽ ഞങ്ങളുടെ ഓച്ചറക്കാരായിട്ടുള്ള ഒരു തരം കാണുന്നുണ്ടെങ്കിൽ എന്നെ അറിയാവുന്നൊരു പറയും കമ്പ്യൂട്ടറിന്റെ സെന്ററിന്റെ പേരെന്തോ സോഫ്റ്റ്വെയർ അവരിറക്കി വിട്ടത് കാര്യങ്ങൾ പറഞ്ഞുതരും കേട്ടോ. അല്ലല്ല സോഫ്റ്റ്വെയറിൽ ആദ്യം 2-3 മാസമൊക്കെ പഠിച്ച് 100 രൂപ ഒരു മാസത്തേക്കുള്ളതെന്ന് വെച്ചാൽ 100 രൂപയാണ്. 100 രൂപയ്ക്കൊന്നും കിട്ടത്തില്ല, അത് വേറെ. ഇന്നിപ്പം 500-700 ഒക്കെ അങ്ങനെയൊക്കെ എനിക്കറിയത്തില്ല. 100 രൂപ ഒരു മാസം കൊടുക്കേണ്ടത്. അപ്പോൾ അന്നത്തെ സാഹചര്യം 100 ഒന്നും കൊടുക്കാൻ വീട്ടിൽ വാപ്പാടെ പൈസ ഒന്നുമില്ല. വീട്ടിൽ അന്നത്തിന് വേണ്ടി അന്നുള്ള 100 രൂപ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ മനുഷ്യൻ 100 രൂപ എനിക്കൊന്ന് ഓടിപ്പിക്കുക. എന്തായാലും 2 മാസമൊക്കെ പൈസ വന്നു എങ്ങനെയെങ്കിലുമൊക്കെ. 3-ാം മാസമായപ്പോഴത്തേനും അപ്പോൾ പതുക്കെ പിന്നോട്ട് മാറി. നമ്മളിങ്ങനെ ചോദിക്കുമ്പം പറയാം അടുത്ത മാസമായിട്ട്. അങ്ങനെ 1 മാസമായി 2 മാസമായി 3 മാസമായി 2-3 മാസമായപ്പോഴത്തേനും പൈസ തരുന്ന മട്ടില്ല. അപ്പോൾ അവിടുത്തെ പിന്നെ ഇൻറ്റേർണലി അവർ ചോദിക്കാൻ തുടങ്ങി, എളുപ്പം പൈസ തരണം, അല്ലായിരുന്നു പിന്നെ ഇനി അടുത്ത കോഴ്സ് തുടങ്ങുന്നുണ്ടെങ്കിൽ പൈസ ഇല്ലാതെ പറ്റത്തില്ല, അങ്ങനെ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു പൈസ ഇല്ലാതെ പഠിപ്പിക്കത്തില്ല, പഠിക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണം. മാത്രമല്ല ഇത് ഷിഫ്റ്റായിട്ട് വലിയ ഇച്ചിരി അവർ ഇച്ചിരി കൂടെ ഫോർവേഡ് എന്താ പറയുന്ന മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് വേറെ ഭാഗത്തോട്ട് അവിടെ സെൻറ്റർ മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് മാറ്റുമ്പോൾ അങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ പൈസ മൊത്തം തരണം, എന്നാലേ നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ പറഞ്ഞ് പൈസ ഒന്നും ഇല്ല, ഇപ്പം നീ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പിന്നെ പുസ്തകമൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വേറെ പണിക്കെല്ലാം പോവാം. അങ്ങനെ വീട്ടിൽ വന്ന് ഇരുന്ന് അപ്പം ഞാൻ അന്നേരം ചിന്തിക്കുന്നത് എന്തുവാ, പഠനത്തിനകത്തൂടെ മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ ഇനി കാര്യമൊന്നുമില്ല, ഒന്നും നേടാൻ പറ്റുന്നില്ല. അപ്പം ഞാനെന്നാൽ ഇനി 10 രൂപ ഉണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിൽ ഞാൻ എത്രാമത്തെ വയസ്സിലാണെന്ന് ചിന്തിച്ചോണേ. ഇന്നത്തെ കാലത്ത് കുറേ പിള്ളേർ അത് ചെയ്യുന്നുണ്ട്. അത് 16 വയസ്സ്. അപ്പം അല്ല, പൈസയുടെ കാര്യത്തിലല്ല, പൈസയും പഠനം ഒരുമിച്ച് പോകണം, ആ രീതിയിൽ ചിന്തിച്ചിട്ട് പന്ത്രണ്ട് ഞാൻ എന്തെടുത്ത് ഞങ്ങളുടെ ഒരു മാമ്മയുടെ പിന്നെ ലെയ്ത്ത് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. വർക്ക്ഷോപ്പിൽ അവിടെ പോയി 10 രൂപയായിരുന്നു അന്ന് എനിക്ക് വൈകുന്നേരം തരുന്നത്. അപ്പം നല്ല ജോലിയൊക്കെ അവിടെ മേശരി, നല്ല ആട് മേശരിയാണ്, ചീത്തയൊക്കെ വിളിക്കും, പള്ളൊക്കെ പറയും. അപ്പോൾ അവിടെ പോയി കമ്പിയുടെ പണിയും ഗേറ്റിൻ്റെയും വർക്ക്ഷോപ്പും അതും ഇതൊക്കെ ആയിട്ട് നല്ല ജോലിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അന്ന് നമ്മുടെ രാവിലെ 10 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ 10 രൂപ കിട്ടുന്നതിനകത്തുനിന്ന് 2 രൂപ 3 രൂപയ്ക്ക് പൊറോട്ടയും കറി ഞങ്ങളുടെ ആ ഹോട്ടലിലേക്ക് ആണെങ്കിൽ കറി തരും. കറി തരുന്ന എന്തിനാണെന്നറിയാം, ചാറെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് 2-3 കഷ്ണം ഇറച്ചിയുടെ പീസൊക്കെ കിട്ടും. ഇറച്ചിയായിട്ട് ഞാൻ പഠിക്കുന്നില്ല, എനിക്ക് പൊറോട്ടയും ചാറെന്നേ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇറച്ചി കഷ്ണമകത്ത് കിട്ടും, അതിൻ്റെ പേരിൽ ഞാൻ ചാറെന്ന് പറയത്തുള്ളൂ. അപ്പോൾ ആ ചാറും 2 പൊറോട്ട ഒക്കെ ആയിട്ട് കഴിക്കുമ്പോഴത്തേനും അന്നത്തെ ഉച്ച വരെയുള്ള കാര്യം ഓക്കെ ആയി. അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് വൈകുന്നേരം 10 രൂപ കിട്ടും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ദിവസം പോയപ്പോഴത്തേനും പിന്നെ എനിക്ക് തോന്നി ഈ ജോലി ഇങ്ങനെ വെച്ച് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഇപ്പോൾ പൈസ ഉണ്ടാക്കണം. അങ്ങനെ ഞങ്ങളുടെ വേറൊരു എൻ്റെ കൊച്ചാപ്പാടെ പോയി അവിടെ സ്റ്റേഷനറി കടയാണ്. 30 രൂപയ്ക്ക് ഞാൻ അവിടെ പോയി ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ അടുത്തുള്ളൊരു സാറ്, ഇപ്പം പിന്നെ കുട്ടൻ സാറ്, പുള്ളി കാണുമെന്നെങ്കിൽ പുള്ളി പറയും, ബോധി അല്ലേ സാറ് എന്നെ വിളിച്ചിട്ട് പറയും, ഇതുപോലെ ഇയാൾ പഠിക്കാനൊക്കെ നല്ല ഇതല്ലയോ, ഇൻട്രസ്റ്റ് ഉള്ള ആളല്ലയോ, പഠിക്കുന്ന കണ്ടിന്യൂ പഠിക്കാം, ഇയാളൊരു കാര്യം ചെയ്യും, അങ്ങനെ പിന്നെ പഠിത്തവും ജോലിയായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ പഠിത്തവും ജോലിയായിട്ട് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ സാറിൻ്റെ ക്ലാസ്സിന് പോയി. PDC ഫസ്റ്റ് ഇയർ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് പോയി. സെക്കൻഡ് ഇയറിൽ പിന്നെ ട്യൂഷൻ സെൻറ്ററിൽ തന്നെ പോയി പഠിച്ച്. സെക്കൻഡ് ഇയറിൽ ഈ MSM കോളേജിൻ്റെ പേരിലാണ് ട്യൂഷൻ പാരലായിട്ട് പഠിക്കുന്നത്. ഇയർ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ജോലിയുടെ ഇതിൽ ഞങ്ങൾ ഈ കോൾ ലെറ്ററൊക്കെ വിടുമായിരുന്നു, എൻ്റെ കൂട്ടുകാരെല്ലാം കൂടി ചേർത്തിട്ട് പല പിന്നെ ആർമിക്കും എയർഫോഴ്സിനും അതിനെല്ലാം ട്രൈ ചെയ്യുമായിരുന്നു. ആ കൂട്ടത്തിൽ എനിക്ക് ഒരു കോൾ ലെറ്റർ വന്ന് എനിക്ക് ട്രെയിനിങ്ങിന് വേണ്ടി അല്ല, ഇത് ആദ്യം ജോലി കിട്ടാൻ വേണ്ടി വന്ന്. ഭാഷ അറിയാൻ വയ്യ, പിന്നെ വാപ്പ വെളിനാട്ടിൽ നിന്ന് ഭാഷ അറിയാവുന്ന ആയതുകൊണ്ട് വാപ്പയും കൂടെ വന്ന്. അന്ന് വാപ്പ ആകെ എൻ്റെ കൂടെ കൊണ്ടുവരുന്നു. അതിന്റെ മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. രാവിലെ എണീറ്റ് പുള്ളിക്കാരൻ ഓടുമായിരുന്നു. അതായത് ഞങ്ങളുടെ വീട്ടിൽ കായംകുളം വരെ അല്ല, കൃഷ്ണപുരം വരെ ഓടുന്ന. അത് എന്റെ വീട് അവിടെയാണ്, കൃഷ്ണപുരത്ത്. ഞാൻ ഓടത്തില്ലായിരുന്നു. ഞാൻ ഓടാൻ വേണ്ടി കിടന്നുറങ്ങുമ്പം ഞങ്ങളുടെ അടുത്തുള്ള മനോജ്, എൻ്റെ കൂട്ടുകാരൻ, ഇത് കാണുമ്പോൾ മനോജിനിടയ്ക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് വിടണം, ആണോ ഇല്ലെന്നുള്ള മനോജ് കമൻറ്റ് വിടണം ഇത് കാണുവാണെങ്കിൽ. മനോജ് രാത്രിയിൽ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് 3 മണിക്ക് എണീറ്റ് എന്നെ വിളിച്ചുണർത്തിയിട്ട് പറയും, ബാ നമുക്ക് ഓടാമെന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് എണീറ്റ് രാവിലെ ഓടുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഓടിയിട്ട്, അതായത് ഞങ്ങൾ ഇവിടുന്ന് 4 കിലോമീറ്ററോളം ഓടി. 4 അല്ലല്ലോ, അതിൽ കൂടുതലുണ്ട്. മുക്കട വരെ എത്ര കിലോമീറ്റർ? 4 കിലോമീറ്റർ, 4-5 കിലോമീറ്റർ ഉണ്ട്. അത്രയും ഓടി ഞങ്ങൾ തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ അത്രയും നല്ല ഫിറ്റ്നസ്സായിട്ട് ഞങ്ങൾ ഓടി നടക്കുമായിരുന്നു. പക്ഷേ ആ പുള്ളിക്കാരന് കിട്ടിയില്ല, പുള്ളി ഇപ്പോൾ ഗൾഫിലാണ്.
എനിക്ക് ആ കൂട്ടത്തിൽ കിട്ടി. ഞാൻ കയറി വന്ന് കയറിയിട്ട് പിന്നെ അന്ന് 5000 രൂപയായിട്ട് എൻ്റെ വാപ്പ വരുന്നത്. 5000 രൂപ വന്ന് 2 മാസം, 1-ാം മാസം പൈസ പകുതി തീർന്ന് 2-ാം മാസം ആയപ്പോഴത്തേനും വാപ്പ എനിക്ക് പറഞ്ഞു, മോനെ എൻ്റെ കയ്യിൽ പൈസ തീർന്നുകൊണ്ടിരിക്കുക, നീ ഇറങ്ങി. ഡിസംബർ കഴിഞ്ഞ് ജനുവരി ആയിട്ടും ജോലി കിട്ടിയില്ല, ജോലിക്ക് കയറാനായില്ല. ബാക്കിയെല്ലാം പാസ്സായി, ഓട്ടം ചാട്ടവും മറ്റേ എല്ലാം പാസ്സായിട്ട്. അപ്പോൾ പിന്നെ അത് കിടക്കുന്നത് ജോലി കിട്ടുന്നില്ല. ഞങ്ങൾ വെളിയിൽ താമസിക്കുക. അപ്പോൾ ഓരോ ദിവസത്തിൽ 50 രൂപ വെച്ച്, 50 രൂപയാണ് ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത്. വാടക എന്ന് വെച്ചാൽ റൂമൊന്നുമില്ല, ഇങ്ങനെ നിരത്തി ഓരോ കട്ടിലുകളാണ് കിടക്കുന്നത്. ഒരു സർദാർജിയുടെ കട്ടിലുകളാണ് ഓരോ ഹാളിൽ ഒരു കട്ടിലിന് 50 രൂപ, 2 കട്ടിലിന് 100 രൂപ. അപ്പോൾ ഞങ്ങൾ 2 കിടക്കുമ്പോഴത്തേനും വാപ്പ 1-2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ 5-ാം തീയതി, ഇപ്പോൾ 7-ാം തീയതി എനിക്ക് ജോലി കിട്ടുവാന്നേ. ജനുവരി 7-ാം തീയതി ജോലി കിട്ടുന്നു. 5-ാം തീയതി ആയപ്പോഴത്തേനും വാപ്പ പറഞ്ഞു, എൻ്റെ പൈസ മൊത്തം തീർന്നു, ഇനി എനിക്ക് വണ്ടിക്കൂലിക്കുള്ള പൈസയേ ഉള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും ലോക്കലിനകത്തെങ്കിലും ഇരുന്ന് ഞാൻ വീട്ടിലെത്തുക, നിനക്ക് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് കാണാൻ പൈസ ഒപ്പിച്ചു തരാം, നീ ഇവിടെ തന്നെ ഞാൻ വേണമെങ്കിൽ സർദാറിൻ്റെയൊക്കെ സംസാരിച്ചിട്ട് പോകാം. അപ്പോൾ പൈസ തീർന്നു. 5000 രൂപ കൊണ്ട് 2 മാസം എങ്ങനെ കഴിഞ്ഞു കൂടാനാ? അപ്പോൾ 5-ാം തീയതി പുള്ളി പോയി, 6-ാം തീയതി കഴിഞ്ഞ് 7-ാം തീയതി ആയപ്പോഴത്തേനും ഞാൻ ജോലിക്ക് കയറി, എൻ്റെ ഭാഗ്യത്തിന്. അപ്പം എൻ്റെ കയ്യിൽ 100 രൂപ അങ്ങോട്ട് തന്നിട്ട് പോയി. ആ 2 ദിവസത്തെ വാടകയും ഞാൻ കൊടുത്ത് ഞാൻ അകത്ത് കയറുമായിരുന്നു. റൗണ്ട് അടിച്ച് ഞാൻ കയറി. അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. 0-ൽ നിന്ന് തുടങ്ങുമായിരുന്നു ജോലിക്ക് കയറുമ്പോൾ, മനസ്സിലായി. ആ ജോലിക്ക് കയറി പിന്നെ അവിടെ കയറിയിട്ട് ഞാൻ പിന്നെ വീട്ടിലേക്ക് കത്ത് എഴുതി. അന്ന് കത്ത് എഴുതുന്ന ഫോണൊന്നുമില്ല. കത്ത് എഴുതുമ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞു, എനിക്ക് ജോലി കിട്ടി, പിന്നെ നിങ്ങൾ പൈസ അയക്കണ്ട, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഇതൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞു. അങ്ങനെ ജോലി കണ്ടിന്യൂ സ്റ്റാർട്ടായി. പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് 2009 ആയപ്പോൾ വിവാഹം കഴിച്ച് 2011 എനിക്ക് മൂത്ത മോളുണ്ടായി. മോളെ 15 ആയപ്പോഴത്തേനും എൻ്റെ 2-ാമത്തെ മോള്. അങ്ങനെ 2 പെൺമക്കൾ. പിന്നെ സ്വന്തമായിട്ട് എന്തൊക്കെ വേറെ നേടിയെന്ന് പറ. പിന്നെ 2 വീട് നേടി. 2 വീട് എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു വീടുണ്ട്, പിന്നെ പാപ്പായ്ക്കും വേണ്ടി ഒരു വീട്. അതൊരു വീട് തന്നെയല്ലേ, നമുക്ക് പോയി കിടക്കാൻ പറ്റിയ ഒരു വീട് തന്നെയല്ലേ. പിന്നെ കുടുംബമുണ്ട്. പിന്നെ എനിക്ക് ഞാൻ വീട് പോകണം വെച്ച്, പിന്നെ എനിക്ക് കൊച്ചു കാർ മേടിച്ചു. അതൊക്കെ ആലോചിക്കണം, എവിടെ നിന്ന്, സീറോയിൽ നിന്നാണ് എല്ലാം നേടി. അതായത് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ കഷ്ടതയിൽ നിന്ന് വളർന്നു വരുവാണെങ്കിൽ, അതായത് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ജീവിതം പഠിക്കത്തില്ല, കഷ്ടതയിൽ നിന്ന് ജീവിതം പഠിച്ചു വളരുകയാണെങ്കിൽ, കഷ്ടതയിൽ നിന്ന് ജീവിതം പഠിക്കാതെ കഷ്ടതയിൽ നിന്ന് കഷ്ടതയായിട്ട് തന്നെ ഞാൻ അങ്ങനെ കിടക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ വരത്തുള്ളൂ. കഷ്ടതയിൽ നിന്ന് എന്തെങ്കിലും നേടണം, എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാക്കണം, എന്തെങ്കിലും ജീവിതത്തിൽ നേടണം, അതെൻ്റെ ലൈഫ് ഇങ്ങനെ തകർന്നടിയാനുള്ളതല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഞാനൊരു മാതൃകയാണെങ്കിൽ അത് എനിക്കൊരു ക്രെഡിറ്റ് ആവും. ഞങ്ങളിപ്പോൾ വിചാരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ പറയുന്ന കാര്യം എങ്ങനെയെങ്കിലും ഒരു പട്ടാളത്തിലൊന്ന് ജോലി കിട്ടിയിട്ട് വേണം 10 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുകയാണെന്ന്. അപ്പം പിന്നെ പലരും, അതായത് നമുക്കിപ്പം പേഴ്സണലായിട്ട് അറിയാവുന്നവർ വരെ പറയുന്നത്, പട്ടാളത്തിൽ കയറുന്നത് തന്നെ ശമ്പളം കിട്ടും, നിറച്ചും ശമ്പളം കിട്ടും, 10 രൂപ ഗവൺമെൻറ് ശമ്പളം തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചോര നീരാക്കിയിട്ട് സർക്കാർ ശമ്പളം തരത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും സൂഹിക്കണം ഇവിടെ കിടന്ന് ബൂട്ട് കെട്ട് പാൻറ്റും പിന്നെ ആക്ഷൻ ഷൂ ഇട്ടുകൊണ്ട് വിലസാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചിലപ്പോൾ ആരെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയായിരിക്കാം, അവർ വീട്ടിൽ നിന്നോണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നോണ്ട് മാറി നിന്ന് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് വിചാരിച്ചിട്ട് പട്ടാള ജീവിതം എന്ന് പറയുന്നത് ആക്ഷൻ ഷൂവും ബുൾബട്ടും പാൻറ്റിനകത്തും ഇല്ല. അങ്ങനെ ആരും ചിന്തിച്ചിട്ട് ഇതിനകത്ത് വരികയും വേണ്ട. ആരും പണം ആഗ്രഹിച്ച് വരാൻ പട്ടാളം എന്ന് പറയുന്ന ഒരു മേഖലയല്ല. പണം ആഗ്രഹിച്ച് അല്ലെങ്കിൽ അടിച്ച് ആഗ്രഹിച്ചിട്ട് ആരും പട്ടാളത്തിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ആഗ്രഹിച്ച് ആരും വരികയും വേണ്ട. അങ്ങനെ ഒരു മേഖലയല്ല പട്ടാളം. രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാൻ ആഗ്രഹിച്ച് ആരെങ്കിലും വരുവാണെങ്കിൽ, അത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്തസ്സായിട്ട് ഈ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പണം പിന്നീടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ രാജ്യത്തിനെ സേവിക്കാനും പറ്റും, അന്തസ്സായിട്ട് ജീവിക്കാനും പറ്റും. യാതൊരു വിഷമങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞേക്കുന്ന ഒരു കാഴ്ചയുണ്ട്, ഇക്കായ്ക്ക് അറിയാവുന്നതാണ്. ഈ നമ്മളിപ്പം ഇവിടെ പ്രശ്നം നടക്കുന്നതിൻ്റെ പേരിൽ പട്ടാളക്കാരെ വിന്യസിക്കുന്നുണ്ട് ബോർഡറിലേക്ക്. അതിൽ നമ്മുടേതായിട്ട് ചെറുപ്പക്കാർ, അതായത് 22 വയസ്സായിട്ടുള്ള പയ്യന്മാർ, മലയാളിയും ഉണ്ട് അല്ലാത്തവരും ഉണ്ട്. അവർ പോകുന്നത് വണ്ടി എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പട്ടാളത്തിൽ ഡ്യൂട്ടി ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കും, ഒരു പ്രത്യേക രീതിയിലുള്ള ജോലി കിട്ടി വരുന്ന പിള്ളേർ ക്യാമ്പിൽ അവർ വന്ന് നിൽക്കുമ്പോൾ ബാത്റൂമിലേക്ക് പോവുകയാണ്, ചൈനയുടെ ബോർഡറിലേക്ക് പോവുകയാണ്, ഇവരെ വിന്യസിക്കുകയാണ് അങ്ങോട്ട്. അന്നേരം ഇവിടെ വന്നിട്ടാണ് അവർ ഫ്രഷ് ആവുന്ന, ഈ ഒരു ഭാഗത്തൊരു ക്യാമ്പുണ്ട്, ഫ്രഷ് ആവുന്ന സമയത്ത്
അവർ ആ ഒരു ബക്കറ്റും കൊണ്ട് പോകുന്നത് സ്വന്തം തള്ള കണ്ടു കഴിഞ്ഞാൽ പോലും നെഞ്ചു പൊട്ടിപ്പോവും. ഞാനൊരു അമ്മയാണ്ട് അത് ഈ ബക്കറ്റും ബോക്സും എന്നൊക്കെ പറയുന്നത് അവരുടെ കൂടപ്പുറപ്പായിട്ട് മുന്നിലാണ്. അത് അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജീവിക്കാൻ പഠിക്കുമ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഓടി വന്നിട്ട് അടിച്ചു പൊളിക്കാൻ വന്നിട്ട് ലാസ്റ്റ് അടിച്ചു പൊളിക്കാൻ നടക്കത്തില്ല, ജീവിതം നടക്കത്തില്ല, തിരിച്ചു കൊണ്ടിരിക്കാം അല്ലെങ്കിൽ കറങ്ങുന്ന കസേര ഇരിക്കാം എന്ന് കരുതിക്കൊണ്ട് ഇന്ത്യൻ ആർമിയിലേക്ക് മക്കളെ വരരുത്. അത് നല്ല റിസ്ക് ഉള്ളൊരു മേഖലയാണ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത്. ആ ഒരു പയ്യനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിനകത്ത് തോന്നിയ വിഷമം ഇഷ്ടം പോലെ ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഫ്രീക്കൻ അതായത് പല പല മോഡലിൽ ബൈക്കിലൊക്കെ നടക്കുന്ന ആ പിള്ളേരില്ലയോ, ആ പ്രായത്തിൽ നടക്കേണ്ട പിള്ളേർ കഷ്ടപ്പാടിൻ്റെ പ്രയാസം കൊണ്ടാണിക്കും അവർ പോകുന്നത്. പിന്നെ ഒരു സന്ദർഭത്തോടെ ഞാൻ പറഞ്ഞാൽ, ഞാനിവിടെ ATM കൗണ്ടറിൽ പോയി നിന്ന സമയത്ത് ഒരു പയ്യൻ, അതായത് നല്ല ശമ്പളം ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് നിന്ന് എടുത്ത് എത്ര രൂപ നിങ്ങൾക്ക് കേട്ട് ഞങ്ങൾ ഞെട്ടും, 500 രൂപ. അതായത് മുന്നോട്ടുള്ള ജീവിതത്തിലേക്കും അല്ലെങ്കിൽ വീട്ടിലെ കഷ്ടപ്പാടുകൾക്കും കൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. സ്വന്തം ഇതിനു വേണ്ടി ഒന്നും എടുക്കാനുള്ള മനസ്സ് വരത്തില്ല. കാരണം വീട്ടിൽ അമ്മയുണ്ട്, മക്കളുണ്ട്, തള്ളയുണ്ട്, ഭാര്യയുണ്ട്, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. കാരണം അവിടുത്തെ ചിലപ്പോൾ ലോണിലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ വാടകയ്ക്കായിരിക്കും, വാടക കൊടുക്കാനായിരിക്കും പൈസ അവിടെ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ആകെ ചിലവാക്കാൻ വേണ്ടി 500-1000 രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കിടക്കും. അതിനകത്തുനിന്ന് ഇച്ചിരി കുറച്ച് 100-500 ഒക്കെ എടുത്തിട്ട് ഇതിന്റെ ബാക്കിൽ കൂടെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തെ ഭാഗത്തൂടെ. അപ്പോഴും ആ ഒരു വണ്ടിയിൽ ഞായറാഴ്ച ആയാലും ഇക്കായ്ക്കുന്ന അവധി കിട്ടിയേക്കുന്നത് ജസ്റ്റ് ഫാമിലി ആയതുകൊണ്ട് കൊടുത്തതേ ഉള്ളൂ. ഇതുപോലും അവധിയില്ലാത്ത എത്രയോ പേരുണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഈ ഇന്ത്യൻ ആർമി ജോലി കയറുമ്പോൾ അവരെ പ്രതിജ്ഞ ചെയ്യിക്കുന്നത് 24 hours ഡ്യൂട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സൺഡേ നോ ഹോളിഡേ എന്നാണ്. അതാണ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇന്ത്യൻ ആർമി ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ, നിങ്ങളൊക്കെ ഈ കഥ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കിട്ടും ഇപ്പം കാറൊക്കെ മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ആ കാറും ഒക്കെ നേടിയതല്ലേ ഇരിക്കുക. അല്ലാതെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പെട്ടെന്ന് കാറ് മേടിക്കാം, വീട് മേടിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടൊന്നും ഇതിലേക്ക് കിടക്കരുത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് 3 ഓപ്ഷൻ വരുന്നത് മുകളിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷനകത്ത് ഞെക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.